സ്ഥാനത്ത് ഇനിയൊരു പെണ്ണ് നിന്റെ ജീവിതത്തിൽ വന്ന പിന്നെ ഞാൻ ജയിലില്ല. രണ്ടുപേരെയും കൊന്ന കൊലക്കുറ്റത്തിന്. അതിന്റെ ഒന്നും ആവശ്യമല്ല. ഞാൻ സ്വപ്നം കണ്ടത് നിന്നെയാ, സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത് നിന്നെയാ. പിന്നെന്തിന് ഞാനിന് തലമറന്ന് എണ്ണ തേക്കണം? ഈ ജന്മത്തില് എനിക്ക് വിധിച്ച പെണ്ണ് എനിക്ക് സ്വന്തമാവുക. ഇനി നല്ലൊരു ഭർത്താവായി, നിന്റെ കുഞ്ഞുങ്ങളുടെ നല്ലൊരു അച്ഛനായി, സ്വസ്ഥം ഗൃഹഭരണം. അയ്യോ, സമയം ഒരുപാടായി. ഇനി ഞാൻ ആ റൂമിലോട്ട് പോകുന്നില്ല, ഇവിടെ തന്നെ. അത് വേണ്ട. മാരേജ് കഴിയുന്നവരെ നമ്മൾ രണ്ടും രണ്ട് റൂമിൽ. അതാ നല്ലത്, എനിക്കും നിനക്കും. എന്നാ ശരി. വേണ്ട വേണ്ട, വാതിലടച്ചു കുറ്റിയിട്ടിട്ടേ ഉറക്കം നടിച്ച് കിടക്കണ്ട. ഉറങ്ങി കിടന്നിരുന്നുള്ള എഴുന്നേറ്റ് വന്നിരിക്ക. അകത്താര് എന്താ പറയുന്നത് കേക്കാൻ. ഈ ഒളിഞ്ഞോട്ട എന്നോട്ട് തുടങ്ങിയടി. ഞാൻ ഒളിഞ്ഞു നോക്കാനൊന്നും വന്നല്ല. പിന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോ നല്ല ദാഹം തോന്നി. വെള്ളം കുടിക്കാൻ അടുക്കളയിലേക്ക് പോയപ്പോ ആര്യയുടെ മുറിക്കകത്ത് അപ്പൂട്ടന്റെ ശബ്ദം കേട്ടു. എന്നാ പിന്നെ പറയുന്നത് മുഴുവൻ അങ്ങ് ടേപ്പ് ചെയ്യാന്ന് വിചാരിച്ചില്ലേ? അകത്ത് സംസാരത്തില് ഞാനും വിഷയമാകുന്നെന്ന് കണ്ടപ്പോ ശ്രദ്ധിച്ചു. അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ താലിമാലയുടെ കാര്യം സംസാരത്തിനിടയ്ക്ക് പരാമർശിക്കുന്ന കേട്ടു. പലവട്ടം ഞാൻ പറഞ്ഞതാ, വേണമെങ്കിൽ എനിക്ക് തരുന്ന ലക്ഷങ്ങൾ മുഴുവൻ തരാം. അപ്പോഴേട്ടൻ അവൾക്ക് എടുത്താ പൊങ്ങാത്തൊരു താലിമാല കഴുത്തിലിട്ട് കൊടുക്ക്. എന്തായിരുന്നാലും ശരി, എന്റെ കഴുത്തിൽ ഒരിക്കൽ അണിയിച്ച ഈ താലിമാല ഇനി ഞാൻ ആർക്കും കൊടുക്കില്ല. ബന്ധം വേർപെടുത്തി കഴിഞ്ഞാ പിന്നെന്തിനാടി താലിമാല? ആര് പറഞ്ഞു ബന്ധം വേർപെട്ടെന്ന്? ജീവിത അവസാനം വരെ അതുണ്ടാവില്ല. എന്റെ ഭർത്താവ് എന്നും അപ്പേട്ടൻ തന്നെയാ. മനസ്സിൽ പതിഞ്ഞു പോയ രൂപം ഇനി മായ്ച്ചാലും മായില്ല. അവളുടെ ഒരു ഭർത്തൃസ്നേഹം. അതെ, ഭർത്തൃസ്നേഹം തന്നെയാ. കതിർ മണ്ഡപത്തിൽ വെച്ച് അപ്പേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോ ഞാൻ എന്ത് പ്രതിജ്ഞ എടുത്തോ അതിപ്പോഴും കൈമോശം വരാതെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ട്. എന്നും എന്റെ പ്രതീക്ഷയും കാത്തിരിപ്പും എന്റെ വേദനയൊക്കെ അപ്പോഴതിനു വേണ്ടി മാത്രമായിരിക്കും. എടി എടി, കൂടുതൽ കിഴക്കോട്ട് പോവല്ലേ, ചിലപ്പോ മറന്നടിച്ച് താഴത്ത് വീഴുന്നീ. നിന്നെ തള്ളിക്കളയാനേ എനിക്കൊരു കുറ്റബോധവുമില്ല. നിന്റെ ആങ്ങളെ എന്റെ പെങ്ങളെയും കുട്ടികളെയും ശരവേഗത്തിലല്ലേ തള്ളിക്കളഞ്ഞിട്ട് മറ്റൊരുത്തിയെ സഹധർമ്മിണിയാക്കിയത്. അപ്പോ അവന്റെ പെങ്ങക്ക് ഇതിൽ കൂടുതലായിട്ടൊന്നും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഇനിയേ നിനക്ക് ഞാനൊരു ഉപദേശം തരാം. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാ നാടായ നാട് മുഴുവൻ നിന്റെ പുന്നാര ചേട്ടൻ അന്വേഷിച്ച് നടക്കണം. കണ്ടുകിട്ടിയ തായവും തഞ്ചവും നോക്കി അവന്റെ കഴുത്തിൽ കഠാരപ്പിടി ആഴ്ത്തണം. അവൻ ചത്ത് മണ്ണടിഞ്ഞാലേ നിനക്കൊരു ഗതി ഉണ്ടാവും. വേണുവേട്ടാ, ദേ ഈ മെഡിസിൻ കഴിച്ചിട്ട് കിടന്നാട്ടെ. എന്നെ മെഡിസിൻ കഴിപ്പിച്ചേ അടങ്ങുമെന്ന് നിനക്ക് വാശിയാണോ അന്തനെ? അതെ, വാശിയാ. ജീവൻ കിടക്കാനാണല്ലോ മെഡിസിൻ തരുന്നത്. എന്നാ പിന്നെ ഈ വാശി എന്നെ ഇവിടുന്ന് രക്ഷിക്കാനും കാട്ടിക്കൂടെ? വെറുതെ തർക്കത്തിനൊന്നും ഞാനില്ല. നല്ല കുട്ടിയായിട്ട് ഇതങ്ങോട്ട് കഴിച്ചാട്ടെ. ദേ മെഡിസിൻ കഴിച്ചാ ചേട്ടൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വാർത്ത ഞാൻ പറയാം. അതെന്താ ഇപ്പോ? ആദ്യം കഴിക്കേ.
ഇനി പറ സന്തോഷകരമായ വാർത്ത. വേറൊന്നുമല്ല, ചേട്ടന്റെ ഭാര്യയ്ക്ക് ചതുർത്ഥിയായ ഒരാളെക്കുറിച്ചുള്ള വാർത്തയാ. ആരാന്ന് പറയാൻ പറ്റുമോ? ഊർമിളയെ പറ്റിയാ? അതെ. അത് കേട്ടപ്പോ മുഖാകെ മാറിയത് കണ്ടില്ലേ? പറഞ്ഞേ, നീ എന്താ ഊർമിളയെ കുറിച്ച് കേട്ടത്? അവരിപ്പോ എവിടെ ഉണ്ടെന്നും ആരുടെ കൂടെ കഴിയുന്നെന്നും. എന്നിട്ട് ബാക്കി പറ. ബാക്കി പറയാനൊന്നുമില്ല. നമ്മളൊക്കെ വിചാരിക്കുന്നതിലും സേഫായ സ്ഥലത്താ വേണുവേട്ടന്റെ ഊർമിള ഇപ്പോ. ഒരുപക്ഷെ സ്വന്തം വീടിനേക്കാൾ സുരക്ഷിതമായ സ്ഥലത്ത്. അതെവിടെയാണെന്ന് പറയില്ല. തൽക്കാലം ഇത്രയും മതി. മെഡിസിൻ കൊടുക്കാൻ നന്ദന ഉള്ളതുകൊണ്ട് ബോറടി ഇല്ല അല്ലേ? എങ്ങനെ വായന കൊണ്ട് പുതിയ അറിവെല്ലാം കിട്ടിയോ? എങ്കിൽ ഒരു നോവൽ തുടങ്ങിക്കോ. പേര് ഞാൻ തന്നെ പറയാം, തടവറയിലെ അന്ത്യനാളുകൾ. സ്വന്തം അനുഭവമായതുകൊണ്ട് ജ്ഞാനപീഠം ഉറപ്പാ. പക്ഷേ അത് മരണാനന്തര ബഹുമതിയായിരിക്കുന്നു മാത്രം. മേ കമിൻ? യെസ്. ആഹാ, ഗായത്രിയോ? ഞാൻ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ആകെ ടെൻഷനാണ് ജയേച്ചി. എന്നെ അത്രയ്ക്ക് ചീറ്റ് ചെയ്തു ആ ഡോക്ടർ. അതെങ്ങനെ ചീറ്റിംഗ് ആവും? അയാൾ അങ്ങനെ ചെയ്തതുകൊണ്ട് എന്നെപ്പോലെ ഒരാളെ നിനക്ക് കിട്ടിയില്ലേ? അഡ്വക്കേറ്റ് രാജീവിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കും അഡ്വക്കേറ്റ് ജയശ്രീ. അത് ഞങ്ങളെ നേരിട്ട് അറിയാവുന്ന പലർക്കും അറിയാവുന്നതാണ്. എനിക്ക് ജയിക്കണം. അതിനായി ചേച്ചിയുടെ ടാലന്റ് മുഴുവൻ ഉപയോഗിക്കണം. പുരുഷന്റെ പീഡനം കുറെയൊക്കെ സഹിച്ചവളാണ് ഞാൻ. കോടതിയിൽ എനിക്കായി സ്വയം വാദിച്ച് എന്റെ കുഞ്ഞുങ്ങളെ നേടിയവളുമാണ്. അതുകൊണ്ട് പുരുഷന് മുന്നിൽ തലകുനിച്ച് നിൽക്കാൻ, തോറ്റു പിന്മാറാൻ ഒരു സ്ത്രീയെ ഞാൻ അനുവദിക്കില്ല. മതി, എനിക്കത് മതി. കേസിന്റെ കാര്യം വന്നപ്പോ ചേച്ചിയുടെ മുഖം മുന്നിൽ തെളിയാത്തത് എന്റെ ഭാഗ്യക്കേട്. 8 വർഷം കഴിഞ്ഞ 8 വർഷമായി സ്വന്തം കുഞ്ഞിന്റെ സ്നേഹം അനുഭവിക്കാത്തൊരമ്മയാണ് ഞാൻ. നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കണം. കേസ് കഴിയുമ്പോ എന്റെ ഒപ്പം എന്റെ കുഞ്ഞും ഉണ്ടാവണം. ഞാൻ വാക്കു തരുന്നു, നിന്റെ ആഗ്രഹം നടക്കുമെന്ന്. നിനക്ക് തന്നെ നിന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമെന്ന്. അതൊരു അഡ്വക്കേറ്റിന്റെ മാത്രമല്ല, ദാമ്പത്യം തകർന്ന ഒരു പെണ്ണിന്റെ പ്രതിജ്ഞ കൂടിയാണിത്. ഒരാഴ്ചത്തേക്ക് കിടക്കാൻ എഴുന്നേൽക്കരുത്. എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ അവിടെ എത്തിച്ചോളാം. പറഞ്ഞത് മനസ്സിലായോ? ഇപ്പോഴിങ്ങനെ തല കുലുക്കും. കാര്യം വരുമ്പോ താഴേക്ക് ഇറങ്ങി വരികയും ചെയ്യും. താഴേക്ക് ഇറങ്ങി വരുന്നതൊക്കെ കൊള്ളാം, വരുമ്പോ സ്റ്റെപ്പിൽ വഴുക്കലുണ്ടോ എന്ന് ശ്രദ്ധിച്ചോളാം. എന്നാലും സ്റ്റെപ്പിൽ എണ്ണ വീണത് എങ്ങനെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. എങ്ങനെയാ എണ്ണ വീണേ?
ആലോചിക്കാനൊന്നുമില്ല. ഇവിടെ എണ്ണ കൈകാര്യം ചെയ്യുന്നത് താൻ തന്നെ. അപ്പോ അബദ്ധം പണഞ്ഞിരിക്കുന്നത് തനിക്ക് തന്നെയാ. ഒന്ന് പോ മാഷേ, എന്നെ കൊണ്ടൊന്നും പറയിക്കാതെ. മോളിനിപ്പോ ഞാൻ എണ്ണ എടുത്തോണ്ട് വരാൻ പോവല്ലേ. പറയാൻ പറ്റില്ല. ആ ഊർമിള നന്നായിട്ടൊന്ന് വിശ്രമിക്ക്. തന്നെ സ്റ്റെപ്പിൽ തള്ളിയിട്ട് ആരാണെന്ന് സാവകാശം കണ്ടുപിടിക്കാം. അതെ. ആ ഇനി ഇയാളാണോ ആ പണി കാണിച്ചത്? സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ച് ആന്റിയെ വീഴ്ത്തിയത് താനാണോന്ന്? അയ്യേ, അതിനെന്തിനാ മോളിങ്ങനെ അപ്സെറ്റ് ആകുന്നേ? അച്ഛനൊരു തമാശ പറഞ്ഞല്ലയോ. എന്നാലും മോക്ക് സങ്കടായി. അയ്യോ, അപ്പോഴേക്കും സങ്കടായോ? പിന്നെ അവളെ പറ്റി ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച മോക്ക് പിന്നെ സങ്കടം വരില്ലേ? ആരെന്ത് ആരോപണം ഉന്നയിച്ചാലും മോളെ എന്റെ തള്ളിയിടില്ലെന്ന് ആന്റിക്ക് നന്നായിട്ട് അറിയാം. ആന്റിക്ക് എന്തായെന്നറിയാൻ മോക്ക് നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നല്ലോ. ദേ ആന്റി, ഇനിയൊക്കെ നിങ്ങൾ നേരിട്ട് അയക്കൂ. മോളിരിക്കെ, ഞാനൊന്ന് അടുക്കളയിലേക്ക് ചെല്ലട്ടെ. അല്ല, ഇതെന്താ പറ്റിയേ? ഇങ്ങി വാ. ഇങ്ങ അടുത്ത് വാ മോളെ. വാ. ആന്റിക്കൊന്നും പറ്റിയില്ലല്ലോ. പറ്റാത്തോണ്ടല്ലേ ആന്റി ഇവിടെ ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. കുഞ്ഞുവാവയ്ക്കോ? കുഞ്ഞുവാവയ്ക്കും ഒന്നും പറ്റിയില്ല. പൂർണ്ണ ആരോഗ്യത്തോടെ ആന്റിയുടെ വയറ്റിൽ തന്നെ കിടപ്പുണ്ട്. മോൾ എന്തുമാത്രം പ്രാർത്ഥിച്ചെന്നറിയാവോ ആന്റിക്ക് വേണ്ടി? എന്തുമാത്രം പ്രാർത്ഥിച്ചു? ഒരുപാട് പ്രാർത്ഥിച്ചു. അയ്യോ, എന്നാ അതുകൊണ്ടായിരിക്കും ആന്റിക്ക് ഒന്നും പറ്റാഞ്ഞത്. കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ദൈവം പെട്ടെന്ന് കേൾക്കും. പക്ഷേ ആന്റിക്ക് ചെറിയൊരു വിഷമമുണ്ട്. അതെന്തിനാ? മോൾക്ക് ലൈം ജ്യൂസ് തരാൻ കഴിയാത്തതില്. അതെടുക്കാൻ പോയപ്പോഴല്ലേ ആന്റി തലയും കുത്തി താഴേക്ക് പോയത്. അതിൽ ആന്റിക്ക് മോളോട് ദേഷ്യമുണ്ടോ? ഒരു ദേഷ്യമില്ല. സത്യമായിട്ടും? മോളാണ് സത്യം. അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ, മോളാണോ സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ചെന്ന്? അത് അച്ഛൻ ചുമ്മാ ചോദിച്ചതല്ലേ. മോൾ അങ്ങനെ ചെയ്യുമെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. അതുകൊണ്ടല്ലേ ആന്റി പറഞ്ഞത്, ആരാന്റിയെ തള്ളിയിട്ടാലും മോൾ അങ്ങനെ ചെയ്യില്ലെന്ന്. അപ്പുവിന്റെ അമ്മയ്ക്കൊപ്പം ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാ അച്ഛൻ്റെ ഫോൺ വരുന്നത്. പിന്നെ ഒരു വിധത്തിലാ അവിടുന്ന് തടി തപ്പിയത്. സോറി ആര്യ, നല്ല നല്ല അവസരങ്ങൾ വരുമ്പോ നമ്മളത് പാഴാക്കാൻ പാടില്ല. അതുകൊണ്ടാ നിന്നോട് അടിയന്തരമായി വരാൻ പറഞ്ഞത്. എന്തോ സൂത്രപ്പണി ഒപ്പിച്ചിട്ടുണ്ടല്ലോ. പകുതി ഒപ്പിച്ചു. ആര്യ സഹകരിക്കുകയാണെങ്കിൽ ബാക്കി പകുതി കൂടി സക്സസ് ആവും. ഏലിയാസ് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാ, ഒരു അമേരിക്കക്കാരൻ അച്ചായൻ. അയാൾ ഇന്ന് ഫാമിലിക്കൊപ്പം നാട്ടിലേക്ക് പോവാ. കോട്ടയത്താന്നേ അയാളുടെ കുടുംബം. 2 ദിവസം കഴിഞ്ഞേ മടങ്ങി വരൂ. പോകുന്നതിന് മുമ്പ് ഞാൻ നയത്തിൽ അയാളുടെ കയ്യിൽ നിന്ന് വീടിന്റെ ചാവി ഇഞ്ഞ് കൈക്കലാക്കി. നല്ല കൊട്ടാരം പോലത്തെ ഒരു വീടാ. ആളൊഴിഞ്ഞ ആ വീട്ടില് ഇന്ന് ഞാനും ആര്യയും മാത്രം. ആ ചിത്രം ഒന്ന് ഓർത്തു നോക്കിയേ. അല്ലച്ചായ, പെട്ടെന്നിങ്ങനെ പറയുമ്പോ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്നു എന്നാ? അത് എന്നാലും എനിക്ക് പള്ളിക്കലെത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പുവുമായിട്ടുള്ള കല്യാണം ഒന്നും നടന്നിട്ടില്ലല്ലോ, പിന്നെ എന്നതാ ഇത്ര അത്യാവശ്യം? അത് ഉരുളല്ലേ, താൻ ഇതിനു മുമ്പ് ഇതുപോലെ ഒരുപാട് ഉരുണ്ടിട്ടുള്ളതാ. ഇന്ന് എന്തായാലും ഞാൻ തന്നെ വിടില്ല. അല്ല, വിടില്ല എന്നല്ല, വിടും. കുറെ മണിക്കൂർ ഒന്നിച്ച് സ്പെൻഡ് ചെയ്തതിന് ശേഷം. പ്ലീസ് അച്ചായ, ഇന്ന് എന്നെ ഒഴിവാക്കണം. ഇന്ന് എനിക്കൊരു മൂഡില്ല. പിന്നെ എന്നാന്നേ മൂടുണ്ടാവുന്നേ? അച്ചായൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്നാത്തിന് ആര്യെ തെറ്റിദ്ധരിക്കുന്നേ? ആര്യ വാക്ക് പറഞ്ഞാ വാക്കാന്ന് എനിക്ക് അറിയാമേലേ. അത് ഇത്രയും നാളത്തെ സംസർഗം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടേ.
ആദ്യം രാമകൃഷ്ണനെ താൻ കുറെ കൊതിപ്പിച്ചു. എന്നിട്ട് അവനിട്ട് എന്നതേലും കിട്ടിയോ? എവിടെ കിട്ടിയതോ? ഭാര്യയുടെ തല്ല്. എന്ന് വെച്ച് ജെയിംസ് ഒരിക്കലും രാമകൃഷ്ണൻ ആവില്ല മോളെ, അപ്പവും ആവില്ല.